അപ്പോൾ കടല സത്യം പറഞ്ഞാൽ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്തില്ല, അപ്പം മുളച്ചു. നോർമലി കടലക്കറി ഉണ്ടാക്കണമെങ്കിൽ ഒരു 10-12 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു 18 മണിക്കൂറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മുള വന്നു. സാരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കറുത്ത കടലയ്ക്ക് ഉള്ള ഗുണഗണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ വളരെയധികം അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് നമ്മൾ ഈ മീറ്റിന് പകരം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. അത്രയും ഗുണങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇത് മുളപ്പിച്ച് കഴിഞ്ഞാണല്ലോ അതിൻ്റെ ഗുണങ്ങൾ കൂടണേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ പല ആൾക്കാർ ഈ വെയിറ്റ് ലോസ് അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സ്പ്രൗട്ടഡ് ബ്ലാക്ക് ചന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് കറിയായിട്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പുട്ടും കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഒരു പിടുത്തം പിടിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഇത് നന്നായി ഒരു 10-20 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കുക്കറിലോട്ട് മാറ്റാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ചേർക്കുക. നമുക്ക് ഉപ്പ് പിന്നെ നോക്കിയിട്ട് ചേർക്കാം. ഇത് കടലയിലേക്ക് കുറച്ച് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണേ. ഇപ്പം ഞാൻ ഇപ്പം ഈ ഉണ്ടാക്കുന്ന കടലക്കറി സാധാരണ വെള്ളത്തിലിട്ട കടലക്കറി വെച്ചിട്ട് ഉണ്ടാക്കട്ടെ, മുളപ്പിക്കുന്ന കടലക്കറി എന്നൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ മുളച്ച കാരണം കൊണ്ട് അതെടുത്ത് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ കുക്കർ അടയ്ക്കാം. നമുക്ക് അടച്ചിട്ട് ഇട്ടിട്ട് സ്റ്റൗവിലോട്ട് മാറ്റി അത് ഈ കറുത്ത കടല ഓരോ സ്ഥലത്ത് കിട്ടുന്ന കടലയ്ക്ക് അനുസരിച്ച് അതിന്റെ വേവിന്റെ ഇത് കൂടും കുറയൊക്കെ ചെയ്യും കേട്ടോ. എന്നാലും ഇവിടെ ഇപ്പം നമുക്ക് കിട്ടുന്ന കടല ഒരു 7 വിസിലടിച്ചാലേ വേവാറല്ലോ. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കടലക്കറിയല്ലേ, വെള്ളത്തിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അടി പിടിക്കരുത്. ഇനിയിപ്പോൾ ഇപ്പോൾ ഇത് വിസിലടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ ഇതിന് അരപ്പ് തയ്യാറാക്കണം. അതിനുള്ള പരിപാടി നോക്കാം. അപ്പം നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഭയങ്കര കട്ടയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അധികം വേണ്ട, ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാനുള്ളതാണ്, അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പകുതി തക്കാളി, കുറച്ച് ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി. ഇത്രയാണ് നമുക്ക് അത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് സവാള അതിലേക്കിടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടാണ് കേട്ടോ. നമുക്ക് അങ്ങനെ വലിയ എന്താ പറയുക മുട്ടക്കറി ഉണ്ടാക്കണ പോലെ വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു പച്ചച്ചോ മാറിക്കിടണം, മാത്രമേ ഉള്ളൂ. സവാള ഇഞ്ചിയൊക്കെ ഒരുവിധം വഴറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു തക്കാളിയും കൂടി അരിക്കിട്ടിട്ട് വഴറ്റാം. ആ ഒരു പച്ചമണം പൂവ് വേണ്ട കേട്ടോ. നമ്മുടെ ഐറ്റംസൊക്കെ ഒരുവിധം വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിലർ കടലക്കറി ഉണ്ടാക്കുമ്പോൾ വെറും ഇതൊന്നും വറക്കാണ്ട്, സവാളയൊന്നും വറക്കാണ്ട് വെറും തേങ്ങ മാത്രം വറുത്തിട്ടുണ്ടാക്കും കേട്ടോ. ഇപ്പം ഞാനിത് സവാള കൂടി വറുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5 പിടി തേങ്ങ കൂടി ഇടുകയാണ്. ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. അധികം വേണ്ട, ജസ്റ്റ് ആ ഒരു അരയ്ക്കുമ്പോൾ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ വഴറ്റൊക്കെ ഒരുവിധം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇറക്കാട്ടോ. അപ്പം മസാലയായിട്ട് എന്താ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ഞാൻ എടുക്കുകയാണ്. ഇതൊന്ന് കരിയാണ്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുക.
എന്നിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കുക. എന്നിട്ടിത് മിക്സിയിലിട്ടിട്ട് നന്നാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഈ മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊന്ന് പോയിക്കോട്ടെ. അപ്പോൾ മസാലകളൊക്കെ ഒരുവിധം മൂത്തുണ്ട്, അതിന് മണം വരുന്നുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. നമ്മുടെ കുക്കർ എല്ലാം പ്രഷറൊക്കെ പോയി ഇതായിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. വെന്തുണ്ടോ എന്ന് നോക്കട്ടെ. വെന്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും സാധനങ്ങളൊക്കെ ചൂടാറിയുണ്ട്. നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റാം. നമുക്ക് അരപ്പിന് വെള്ളം ഒഴിക്കണം. അപ്പം എന്താ ചെയ്യാൻ, ഞാനെന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതില്ലേ അതിൽ നിന്ന് വെള്ളം ഊറ്റും. പിന്നെ മാത്രമല്ല ഇതിലൊരു കുറച്ച് വെന്ത കടല ഇട്ട് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിയും കിട്ടും നന്നായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഒരു കയ്യിൽ കടലയായിന്ന് ഊറ്റി ഇടാറുണ്ട് കേട്ടോ. കുറച്ച് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ് നമ്മൾ. കടലയ്ക്ക് ഒത്തിരി ചൂടുണ്ടായിരുന്നു, അപ്പോൾ മിക്സിങ് കേട് വരണ്ട. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരപ്പ് ഈ കടലയിലേക്ക് ഒഴിക്കണം. അപ്പോൾ കടല ഒന്ന് സ്റ്റവ് ഓൺ ആക്കുകയാണ്. എന്നിട്ട് ഒരു പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ കടല വേവിക്കാൻ കുക്കറിൽ ഇടുമ്പോൾ ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിലേക്ക് അരപ്പാണ് ചേർക്കാം. ഇപ്പോൾ കറിക്ക് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ മിക്സിയിലുള്ള ആ അരച്ചതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് വീണ്ടും ഒഴിക്കാട്ടോ. ഇത്തിരി വെള്ളം ഉണ്ടായിക്കോട്ടെ, പുട്ടിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഉണ്ടാവണം നല്ലതല്ലേ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഉണ്ട് ഇപ്പം തന്നെ നമ്മൾ നാളികേരൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചേർത്തില്ലെങ്കിൽ കൂടി നോക്കൂ, നല്ല കട്ടിയായി വന്നിട്ടുണ്ട് സാധനം. ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് പലരും പല രീതിയിൽ കടലക്കറി ഉണ്ടാക്കില്ല. ചിലർ ഇതിൽ വറുത്തിടും, ചിലർ ഉള്ളി കാച്ചും, ചിലർ കടുക് പൊട്ടിക്കും, ചിലർ വീളും പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിക്കും. ഇപ്പം ഞാൻ ഇതിൽ ഉള്ളി മൂപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു പരിപാടി നോക്കാം. അപ്പോൾ കടലക്കറി വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ ഉരുളിയില്ലേ, 4 ഉള്ളി ഞാൻ അതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇടുക. ഈ ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഗന്ധം ഉണ്ട്. അത് വല്ലാത്തൊരു സുഗന്ധം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇത് ഒന്ന് ഒരു കളറൊന്ന് മാറിക്കോട്ടെ, ഒരു ഗോൾഡൻ കളർ ആവണ വരെ അതാക്കാം. ഇപ്പൊ ഒരുവിധം മൂത്തുണ്ട്. അപ്പൊ നമുക്ക് കറിവേപ്പില ഇടാം. ഇപ്പൊ ഉള്ളി ഒരുവിധം ഇതായിണ്ട്. അപ്പൊ നല്ല മണം വരുന്നുണ്ട്. ഇനി മണം വന്നു കഴിഞ്ഞാൽ കരിഞ്ഞ മണം വരും. അപ്പൊ നമ്മൾ പൊട്ടിച്ചു വെച്ച ഒരു 2 മുളകുണ്ട്, ഉണക്കമുളക്. അന്ന് പൊട്ടിച്ചു വെച്ച് അതും കൂടി ചേർക്കുകയാണ്. അതും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കൊണ്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ കടലക്കറിയിലേക്കാണ് ചേർക്കാം. എന്നിട്ട് കടലക്കറിയുടെ സ്റ്റവും ഓഫ് ചെയ്ത് വെക്കാം. നമുക്ക് വറവൊന്ന് ഇളക്കി ചേർക്കുക. എന്നിട്ട് ആ ഒരു മണം പോകാതിരിക്കാനേ കുറച്ചു നേരം നമുക്കൊന്ന് അടച്ചു വെക്കട്ടെ. അവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ അടഞ്ഞിരിക്കട്ടെ കേട്ടോ കുറച്ചു നേരം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് സ്റ്റവ് ഒന്ന് തുറന്നു നോക്കാം.
നല്ല മണം വരുന്നുണ്ട്. അത്യാവശ്യം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ നാളികേരമില്ലാണ്ട് അരപ്പ് തയ്യാറാക്കാം കേട്ടോ. വെറും സവാളയും ബാക്കിയുള്ള സാധനങ്ങളും വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രം ഇട്ടൊരു അരപ്പ് തയ്യാറാക്കാം. അത്യാവശ്യം കൊഴുപ്പ് കിട്ടും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റൈലിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ ഇട്ടെന്ന് മാത്രമേ. ഇപ്പൊ നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കഴിക്കാൻ റെഡിയാക്കാം. നല്ല ആവി വറക്കണ കടലക്കറി. ഇതിൻ്റെ കൂടെ ഒരു ചൂടുള്ള പുട്ടും ഒരു 2 പപ്പടം വറുത്തൊക്കെ കൂടിയിട്ട് കൂട്ടിക്കുഴച്ചൊരു പിടുത്തം പിടിക്കാം. ശരി, അപ്പോൾ ബൈ.